ആ വേസ്റ്റ് പാത്രത്തിൽ കൊണ്ടിട്ടാണ് അതൊക്കെ കഴുകിയിട്ട്. കിട്ടണില്ല. ഹലോ ഹായ് വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്നേഹയുടെ വീട്ടിലോട്ട് പോവാണ്. അതായത് സ്നേഹ എന്ന് പറഞ്ഞാൽ എൻ്റെ ആങ്ങളുടെ വൈഫ് എൻ്റെ നാത്തുവിൻ്റെ വീട്ടിലോട്ട് പോവാണ്. പുള്ളിക്കാരത്തി ഇപ്പോൾ വീട്ടിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് സെബാൻ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി സ്നേഹയുടെ വീട്ടിലോട്ട് പോകും. പക്ഷേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അത് ഞാൻ നിർബന്ധിപ്പിച്ച് ചെയ്യിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇങ്ങനത്തെ വ്ളോഗൊക്കെ നമുക്ക് ഇതേപോലെ പിന്നെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ തുടക്കം ഞാനിപ്പോൾ ഓൾറെഡി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ നിൽക്കുകയാണ്. ഒന്ന് മേലൊക്കെ കഴുകി ഫ്രഷായി ഇനി ഒന്ന് റെഡി ആവണം. റെഡി ആയി കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ സ്നേഹമ്മ ഓൾറെഡി ഇപ്പോൾ ജോലിയും കഴിഞ്ഞിട്ട് അവിടെ നേരം അങ്ങോട്ടേക്ക് പോയിക്കാണ്. അപ്പോൾ അത് നല്ല ഉറക്കാണ്. ദേ ഇവിടെ കിടക്കണുണ്ടല്ലേ, കണ്ടോ കിടന്നുറങ്ങണുണ്ടല്ലേ. അപ്പോൾ അവൻ നല്ല ഉറക്കാണ്. അവൻ എണീക്കുന്നതിന് മുന്നേ എനിക്ക് എൻ്റെ മേക്കപ്പൊക്കെ ചെയ്ത് തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ലെറ്റ്സ് ഗെറ്റ് റെഡി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മെയിൻ സാധനം എന്താണ്? മോയ്സ്ചറൈസർ വന്നില്ല, തീരാറായിന്ന് തോന്നുന്നു. വന്ന് 2 പ്രാവശ്യം ഇട്ട് കുലുക്കി കഴിഞ്ഞപ്പോൾ സാധനം വന്ന് കണ്ട. എൻ്റെ മോയ്സ്ചറൈസർ എപ്പോഴും ഈ തലതിരിഞ്ഞൊക്കെ ഇരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടെന്ന് കുലുക്കി കഴിയുമ്പോഴേക്കും ഫോക്സ് ടെയിലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിട്ട് എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഇതാണ്. പിന്നെ എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ കുറച്ചൊരു കോമ്പിനേഷൻ സ്കിന്നാണ്. ഒരു അതേപോലെ ഓയിലി കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം അങ്ങോട്ട് ഓയിലി അല്ലാത്ത മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കുകയുള്ളൂ. ഇതൊരു കോമ്പിനേഷൻ സ്കിന്നിന് പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ്. നമുക്ക് മുഖം ഒട്ടും തന്നെ ഒരുപാട് അങ്ങോട്ട് ഇതാകത്തില്ല. അപ്പോൾ ഇത് ഈ ലിപ്സ്റ്റിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലായിരുന്നു, മറ്റേ മാർസിൻ്റെ ലിപ്സ്റ്റിക്ക്. അത് തന്നെയാണ് ഐഷാഡായിട്ടൊക്കെ ഇടുന്നത്. എനിക്ക് വലിയ മേക്കപ്പൊക്കെ ചെയ്യാനായിട്ട് സമയമില്ലാത്തപ്പോൾ ഞാൻ ഇങ്ങനത്തെ സംഭവമാണ് ഈ ഒരു മേക്കപ്പാണ് ഞാനിപ്പോൾ സ്ഥിരം ചെയ്യുന്നത്. അതായത് ഇതാകുമ്പോൾ ഒരുപാട് നേരം വേണ്ട, എന്നാൽ ഒരുപാട് നേരവും വേണ്ട, അതേപോലെ ഒരുപാട് ഐറ്റംസും വേണ്ട. ലിപ് ബാം ഞാൻ ഇട്ടായിരുന്നു കേട്ടോ. ലിപ് ബാം ഇടുന്നതിൻ്റെ ലിപ് ബാം ഇട്ടപ്പോൾ ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായില്ല, സോറി. നമുക്കൊരു കോമ്പാക്ട് പൗഡറാണ് ഇപ്പോൾ ഞാൻ ഇടുന്നത്. കാരണം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പൗഡർ ഇൻസ്റ്റൻ്റ് പൗഡറാണല്ലോ. പക്ഷെ ഇവിടെ ഉള്ളത് വേറൊരു പൗഡറാണ്. പക്ഷെ അതിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടും എന്താ പറയുക, മുഖം ഭയങ്കരമായിട്ടും പെട്ടെന്ന് ഇങ്ങനെ കറക്കും. അതുപോലെ പെട്ടെന്ന് അതിങ്ങനെ ഓയിലി ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പൗഡർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെൻ്റെ ബാഗിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് തന്നെ ഉപയോഗിക്കാം. പിന്നെ വേറെ പൗഡറൊക്കെ എടുത്ത് പിടിച്ചൊക്കെ വരുമ്പോഴത്തേന് നേരം പോകും. ഞാനാണെങ്കിൽ ഒരുങ്ങാനായിട്ടുള്ള വലിയ സാധനങ്ങളൊന്നും കൊണ്ടുവന്നുമില്ല. ഞാനിന്ന് അത്യാവശ്യം നല്ലോണമൊക്കെ റെഡി ആവണം. പിന്നെ ഡാർക്ക് സർക്കിൾസൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് കൺസീലറൊക്കെ ഇട്ട് റെഡി ആവണം എന്നൊക്കെ, കൺസീലറും കറക്റ്ററൊക്കെ ഇട്ട് റെഡി ആവണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത് ഞാൻ എടുക്കാൻ മറന്നു. ഒരു മസ്കാര ഇത് ഫേസസ് കാനഡ ഞാൻ അവിടെ നോക്കിയാൽ പറയും. ഫേസസ് കാനഡയുടെ മസ്കാരയാണ് കേട്ടോ. നോക്കേണ്ട സ്ഥലത്തോട്ട് നോക്കൂല, എന്നിട്ട് വല്ലയിടത്തോട്ടൊക്കെ നോക്കിയാൽ നിൽക്കുന്നു. ഇത് അത്യാവശ്യം ലാഷസൊക്കെ ഇങ്ങനെ ഒരു മാഗ്നറ്റൈസാണ്, ഡ്രമാറ്റിക് ഒരു വോളിയമൈസിങ് മസ്കാരയാണ് സംഭവം. പക്ഷേ കറക്റ്റായിട്ടൊക്കെ ഇടുന്ന ആൾക്കാർക്ക് നല്ല എഫക്റ്റ് ഉണ്ടാവും.
എന്നെയൊക്കെ പോലെയുള്ള ആൾക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ മേക്കപ്പ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മര്യാദക്ക് റെഡി ആവേണ്ടതെന്ന് വരെ ഞാൻ പഠിച്ചത്. അതിന് മുന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് മേക്കപ്പ് ചെയ്യേണ്ടത്, അതേപോലെ എന്തൊക്കെ നമ്മുടെ സ്കിൻ എങ്ങനത്തെ ടൈപ്പാണ്, അപ്പോൾ നമ്മൾ എങ്ങനത്തെ ടൈപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യണം, അതിനെ പറ്റിയിട്ട് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞ് പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ചും കൂടെ നോക്കാനും പിടിക്കാനൊക്കെ സമയം കിട്ടി തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കുറച്ച് പഠിച്ചത് തന്നെ. അതിന് മുന്നേ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ പോലും മര്യാദക്ക് നോക്കിയൊന്നുമില്ല. ഡിഗ്രി കഴിഞ്ഞ് പിറ്റത്തെ കൊല്ലമാണ് കല്യാണം. അതുവരെ നമ്മൾ 1ാം ക്ലാസ് തുടങ്ങിയുള്ള പഠിത്തം നമ്മൾ പഠിച്ച് തീരണ ഡിഗ്രി ആകുമ്പോഴാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് അങ്ങനെ ഫോൺ നോക്കേണ്ട പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തന്നെ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് എനിക്ക് സ്വന്തമായിട്ട് ഫോൺ കിട്ടിയത് തന്നെ. അതുവരെ എനിക്ക് സ്വന്തമായിട്ട് ഫോൺ പോലും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ കാണാൻ തുടങ്ങുന്നത് തന്നെ ആ ഒരു ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ നല്ലോണം ഇതൊക്കെ യൂസ് ചെയ്യാനും പഠിക്കാനൊക്കെ തുടങ്ങിയത്. പിന്നെ പയ്യെ ഓരോന്നൊക്കെ പഠിച്ചു. എങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, അതേപോലെ എങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ കുറച്ചായിട്ട് പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ അത്യാവശ്യം എൻ്റെ സ്വന്തം മേക്കപ്പ് ചെയ്യാനിട്ടെങ്കിലും എനിക്കറിയാമല്ലോ. അതിൽ ഞാൻ വളരെ സംതൃപ്തിയാണ്. നെക്സ്റ്റ് വൺ ഐലൈനറാണ്. ഡാസ്ലറിൻ്റെ ഐലൈനറാണ് കേട്ടോ. ഇത് വാട്ടർ പ്രൂഫാണ്. സോ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. പിന്നെ കണ്ണെഴുതുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം അടുത്ത് കണ്ണാടി നോക്കി എഴുതണം. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ എനിക്കെല്ലാം തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത് പോയി കണ്ണാടിയിൽ നോക്കി എഴുതിയിട്ട് വരാട്ടോ. അങ്ങനെ കണ്ണെഴുതി കഴിഞ്ഞ് ഇനി ഡാസ്ലറിൻ്റെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച പെൻസിലുണ്ടല്ലോ, ഐലൈനർ പെൻസിൽ, അതുകൊണ്ട് ഈ വാട്ടർ ലൈനിൻ്റെ അവിടെയും കൂടി ഒന്ന് എഴുതിയേക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ പെൻസിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് ഞാൻ താഴത്ത് അങ്ങനെ കണ്ണെഴുതാൻ തുടങ്ങിയത്. അതിന് മുന്നേ വരെ ഞാൻ ഐലൈനർ പൊക്കത്ത് മാത്രമേ എഴുതുള്ളായിരുന്നു. പൊക്കത്ത് മാത്രം ഐലൈനർ എഴുതുള്ളൂ, താഴത്ത് ഒന്നും എഴുതാറില്ല. ചില സമയത്ത് ഇതേപോലെ മസ്കാര ഉള്ള സമയത്ത് മസ്കാര ഇട്ടൊന്ന് ഇതാക്കുന്നല്ലാണ്ട് ഞാൻ കണ്ണിന് താഴത്ത് അങ്ങനെ എഴുതൂലായിരുന്നു. പക്ഷെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെയും താഴത്തൊക്കെ എഴുതാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഐലൈനർ എഴുതി ഞാൻ ഇപ്പോൾ ഐബ്രോയും കൂടി ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഐബ്രോ ഫില്ല് ചെയ്തത് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. പിന്നെ ഈ ലിപ് ലൈനർ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചത് തന്നെയാണ്. മറ്റേ മാർസിൻ്റെ ഏത് ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ ഞാനിപ്പോൾ ഈ ഒരു ലിപ് ലൈനർ ഉപയോഗിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയ്ബിലിൻ സെൻസേഷണലിൻ്റെ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഈ ഒരു ലിപ് ലൈനർ ഒന്ന് വരച്ചിട്ട് കണ്ടോ, ലിപ് ലൈനർ എഴുതി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ലിപ്പിൻ്റെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടും. കറക്റ്റാണ് നമ്മുടെ ആ ലിപ്പിൻ്റെ പെർഫെക്റ്റ് ഒരു ഷേപ്പ് ലിപ് ലൈനർ എഴുതുമ്പോൾ തന്നെ കിട്ടും. ലിപ്സ്റ്റിക്കും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ലിപ് ലൈനർ അപ്ലൈ ചെയ്തു, ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തു. പിന്നെ ലാസ്റ്റ് ഫൈനലി എൻ്റെ ഫൈനൽ ടച്ചപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പൊട്ടാണ്. പൊട്ടും കൂടെ തൊട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മേക്കപ്പൊക്കെ എല്ലാം കംപ്ലീറ്റ്ലി കഴിഞ്ഞു. പിന്നെ സെബാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഇനി സ്നേഹയുടെ വീട്ടിൽ പോകുന്നുണ്ട് ഇപ്പോൾ. അത് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നെ കൂടി കൊണ്ടുപോകാൻ തോന്നി. കാരണം അപ്പച്ചും കൂടെ ഒരു വണ്ടിക്കാണ് വരുന്നത്. അപ്പോൾ ഞാൻ സെബാൻ്റെ കൂടെ പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അയാൾ ഇപ്പോൾ സ്നേഹയുടെ വീട്ടിൽ പോയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് നേരെ പിന്നെ സ്നേഹയുടെ വീട്ടിലോട്ട് തന്നെ പോകും. റെഡിയായെല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചി വൈകുന്നേരത്തേക്കുള്ള ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് സ്നേഹമ്മയുടെ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും കഴിച്ചിട്ടും പോകാം. വൈകുന്നേരം അപ്പോൾ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉച്ചക്ക് പോർക്ക് ഒലത്തിയിട്ടുണ്ടായിരുന്നു, പോർക്ക് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോർക്ക് റോസ്റ്റും സെബാൻ ജോലിയും കഴിഞ്ഞ് വന്ന വഴി പത്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നല്ല അരിപ്പത്തിരി ഉണ്ടല്ലോ. അപ്പോൾ പോർക്ക് റോസ്റ്റും അരിപ്പത്തിരിയും കൂടെ കഴിച്ചു കേട്ടോ. അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പോർക്ക് ചോറിനെ കൂടി തിന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ അരിപ്പത്തിരിയുടെ കൂടി തിന്നപ്പോഴാണ്. അങ്ങനെ അടിപൊളി പോർക്ക് റോസ്റ്റ് ആയിരുന്നു. അത് സാധാരണ അമ്മച്ചി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ സാധാരണ അമ്മച്ചി ഉണ്ടാക്കുന്ന പോലെ ആയില്ലല്ലോ, ഇതിൻ്റെ ടേസ്റ്റിന് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതിനേക്കാൾ അടിപൊളിയായിരുന്നു ഇന്നലെ ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ കൂട്ടി പത്തിരിയും കൂടെ കഴിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും അമ്മച്ചും കൂടെ ഒരുമിച്ചായിരുന്നു കഴിച്ചത്. പിന്നെ അത് പൊക്കത്ത് കിടന്ന് ഉറങ്ങുകയാണല്ലോ, അത് എണീറ്റിട്ടുണ്ടായില്ല. ഞങ്ങൾ ഫുഡ് അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പുറകെ അതും എണീറ്റു. അപ്പോൾ ഞങ്ങൾ ടി വിയും കണ്ട്
ടി വിയിൽ അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട സീരിയലും കൂടെ കണ്ടുകൊണ്ടിരുന്നതാണ് ആ വൈകുന്നേരത്തെ ആ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് വെച്ച്. അപ്പോൾ സീരിയലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റായിട്ട് അവന് വേണ്ടിയിട്ടു. പിന്നെ അവനെ റെഡിയാക്കിച്ച് അത് കഴിഞ്ഞ് നേരെ സ്നേഹയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. കാരണം അപ്പിച്ചിയും സെബാനും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും അപ്പിച്ചി എത്തി. അപ്പിച്ചി വന്ന് അപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ എന്നാൽ അതിൻ്റെ കൂടി അപ്പിച്ചിയുടെ കൂടെ നീ പൊക്കോ. അമ്മച്ചി സെബാൻ വന്ന് കഴിഞ്ഞിട്ട് സെബാൻ്റെ കൂടെ വന്നേക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങാം, അമ്മച്ചി എന്നാൽ സെബാൻ്റെ കൂടെ വന്നാൽ മതിയല്ലോ എന്നും പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി വണ്ടി ഒന്ന് ഫ്രണ്ടിലോട്ട് നീക്കിയില്ല. അപ്പോൾ തന്നെ സെബാനും വന്നു. അങ്ങനെ പിന്നെ ഒരുമിച്ച് ഇങ്ങനെ വേഗം പോന്നു. ഞങ്ങൾ ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും സ്നേഹമ്മയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് വേഗം സ്നേഹമ്മയുടെ കയ്യിലോട്ട് ചാടി ഓടി കയറി. അത് കഴിഞ്ഞ് അത് അപ്പിച്ചും പുറകെ കയറി വന്നു. അങ്ങനെ സാബു അപ്പിച്ചിനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് കയറി നേരെ അകത്തോട്ട് കയറി. പിന്നെ അവിടെ നിന്ന് ഓരോ ചായയൊക്കെ കുടിച്ച് പുറത്ത് അവിടെ ആ സമയപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. സ്നേഹമ്മയുടെയൊക്കെ വീട്ടിലെ ബാൽക്കണിയിലാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും. അവിടെ മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ ഫാനും കൂടി ഇട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു എ സിയും വേണ്ട, അത്ര നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ആ കേക്കൊക്കെ കണ്ടപ്പോഴേക്കും നിങ്ങൾക്ക് എന്തായാലും ഒരു കേക്ക് കട്ടിങ് പരിപാടിയാണെന്ന് എന്തായാലും മനസ്സിലായല്ലോ. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്നേഹയുടെ അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഇന്നലെ സിസിലാൻഡിയുടെ ബർത്ത്ഡേ ആയിരുന്നു, ഇന്ന് സ്നേഹയുടെ അമ്മയുടെ ബർത്ത്ഡേ. തലേ ദിവസം പിറ്റേ ദിവസമായിട്ട് 2 കേക്ക് കട്ടിങ് പരിപാടിയായിരുന്നു. എന്തായാലും അതിന് കോളായി. 2 പരിപാടിക്കും കേക്ക് മുറിക്കാനായിട്ട് അവൻ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നേച്ച്. ഇപ്പോൾ ആ സ്നേഹയുടെ അമ്മയുടെ ബർത്ത്ഡേക്കാണെങ്കിലും കേക്ക് മുറിക്കാൻ വേണ്ടി അവൻ നടന്ന ഏറ്റവും വലിയ ധൃതി. അങ്ങനെ കേക്ക് മുറിക്കുന്നതിന് മുന്നേ പ്രാർത്ഥനയൊക്കെ ചെല്ലാൻ വേണ്ടി ആരംഭിച്ചു. പ്രാർത്ഥനയൊക്കെ ചെല്ലി കഴിഞ്ഞിട്ട് അതുവാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഓരോരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സെബാൻ നേരെ നിൽക്കുക, കൈകൂപ്പി പിടിച്ച് നിൽക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അങ്ങനെ കേക്ക് മുറിക്കാനായിട്ട് ആദ്യം തന്നെ അത് കത്തിയെടുത്ത് കൈ പിടിച്ചു. അപ്പോൾ സെബാൻ നേരെ പിടിച്ചിട്ട് അമ്മച്ചിയുടെ കയ്യിലും കൂടെ കത്തി കൊടുക്കണമല്ലോ, കാരണം അമ്മച്ചിയുടെ ബർത്ത്ഡേ. ഊതിക്കഴിഞ്ഞവൻ അവൻ ആദ്യമേ ഊതിക്കഴിഞ്ഞ്. ഊതല്ലേ, കേക്ക് മുറിക്കാൻ തുടങ്ങല്ലേ, ഞാൻ ഫോട്ടോ എടുക്കട്ടെ അതുകൊണ്ട് സെബാൻ പറഞ്ഞില്ല. അതിന് മുന്നേ തന്നെ അത് തിരിയും ഊതിക്കഴിഞ്ഞു. അവൻ കേക്ക് മുറിക്കാൻ വേണ്ടി തുടങ്ങാൻ പോയതായിരുന്നു. പിന്നെ സെബാൻ പറഞ്ഞു, അയ്യോ നിൽക്ക് ഞാൻ ഫോൺ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്നേഹയുടെ മമ്മിയും അതും കൂടെ കേക്കൊക്കെ മുറിച്ചു. കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആദ്യമേ തന്നെ ആ കത്തി എടുത്ത് അത് വായിലോട്ട് വെച്ചു. കേക്ക് കണ്ടു കഴിഞ്ഞാൽ ആ കേക്കിൻ്റെ ക്രീം കഴിച്ചില്ലെങ്കിൽ അതിനൊരു സമാധാനം കിട്ടത്തില്ല. കറക്റ്റായിട്ട് ആ നൈഫിൽ ക്രീം ആയിട്ടിരിക്കണോണ്ട് തന്നെ അവനത് വേഗം വായിലോട്ട് വെച്ച് ആ കേക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് ആദ്യമേ തന്നെ അവൻ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. സ്നേഹയുടെ മമ്മിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നില്ല കേട്ടോ. അപ്പോൾ ജെസ്സി അമ്മച്ചി എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തോണ്ടിരിക്കണായിരുന്നു. അവൻ്റെ കാര്യം കഴിഞ്ഞതുകൊണ്ട് അവൻ പിന്നെ നേരെ റോസമ്മയുടെ അടുത്തോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു. ബർത്ത്ഡേക്ക് ഞങ്ങൾ കൂടാതെ പുതിയൊരു അതിഥിയും കൂടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ആ അതിഥി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. അതൊരു അടക്കാക്കിളിയായിരുന്നു കേട്ടോ. സെബാൻ ആ അടക്കാക്കിളിനെ ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ ഞാൻ വീഡിയോയ്ക്ക് എടുത്ത് വന്നപ്പോഴത്തേന് സാധനം പറന്നുപോയി. അത് അയാൾ വലിയ കാര്യത്തിൽ ഫ്ലാഷൊക്കെ ഇട്ട് എടുക്കാൻ വേണ്ടി നിൽക്കണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഫുഡ് എടുത്തു. ഫുഡ് ആദൂനാണ് എടുത്തത്. അപ്പോൾ ആദൂന് ഞാൻ ഫുഡ് എടുത്തിട്ട് വന്നപ്പോഴേ അത് പറഞ്ഞു, എനിക്ക് സ്നേഹാൻറ്റി തന്നാൽ മതി, മമ്മി തരണ്ടെന്ന് പറഞ്ഞു. ഞാൻ വലിയ കാര്യത്തിൽ നേരെ പാത്രം സ്നേഹയുടെ കയ്യിലൂടെ ഹാൻഡ് ഓവർ ചെയ്തു. പുതിയൊരാളെ കിട്ടിയല്ലോ എനിക്ക് ആദൂന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ നേരെ പാത്രം വാങ്ങിച്ചിട്ട് പിന്നെ ആദൂന് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. ആദൂന് ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ആ സെബാഗ്യം വന്ന് ഓരോ പിടിയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. സെബാങ്ക് അപ്പോൾ ഫോണിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഓരോ ചെറിയ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിൽ ആദൂന് വേൽമുരുക പാട്ട് വെക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം. അവനാണെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ് ഇപ്പോൾ വേൽമുരുക. 24 മണിക്കൂർ ആ പാട്ട് വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ്റെ ഫുഡ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും ഫുഡ് എടുത്തു. അപ്പോൾ മന്തി ആയിരുന്നു കഴിക്കാനായിട്ട്. അൽഫാം മന്തി ഉണ്ടായിരുന്നു, അതേപോലെ നോർമൽ ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അങ്ങനെ മന്തിയും ഒക്കെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആദ്യം അവിടെ എന്തോ മുന്തിരി എന്തോ സാധനമൊക്കെ ചവച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പാപ്പയൊക്കെ അവിടെ നിന്ന് മുന്തിരി കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രം എടുത്തല്ലെന്നും പറഞ്ഞ് അപ്പാപ്പക്കിട്ടൊക്കെ നല്ല ഫയറിങ് ആയിരുന്നു. വേസ്റ്റ് പാത്രത്തിൽ കൊണ്ടിട്ടാണ് അതൊക്കെ കഴുകിയിട്ട്. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ സ്നേഹം വേണ്ടി 2 ദിവസം കൂടെ നിന്നിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.